പമ്പയാറിൽ പള്ളിയുടെ പെരുമ. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കുള്ള തിരുവോണത്തോണിയേറാൻ മങ്ങാട്ട് ഇല്ലം ഭട്ടതിരി ഇന്ന് പുറപ്പെടും. രാവിലെ 11:45 കുമാരനല്ലൂർ മങ്ങാട്ട് കടവിൽ നിന്നാണ് യാത്ര. ഉത്രാടം നാളിൽ ഭട്ടതിരി തിരുവോണത്തോണിയേറും. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പനാണ് ചേരുന്നത്. മിഥുൻ, എന്തൊക്കെയാണ് ചടങ്ങുകൾ? രഗി, ഇന്ന് ചിങ്ങമാസത്തിലെ മൂലം നക്ഷത്രമാണ്. എനിക്ക് പിന്നിൽ കാണുന്നത് പൗരാണിക പ്രസക്തമായ നിരവധി ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്ന മങ്ങാട്ട് ഇല്ലമാണ്, കുമാരനെല്ലൂരിലെ. ആദ്യം ഈ മങ്ങാട്ട് ഇല്ലം എന്ന് പറയുന്നത് പത്തനംതിട്ടയിലെ കാട്ടൂരിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് കാലാന്തരത്തിൽ അവർ ഇങ്ങോട്ട് മാറി. പക്ഷേ എന്നിരുന്നാൽ പോലും ഇവർക്ക് അവകാശമായി പരമ്പരാഗതമായി ലഭിച്ച ഒരു അവകാശമാണ്, അല്ലെങ്കിൽ അവർ ചെയ്തു പോന്നിരുന്ന ഒന്നാണ് തിരുവാറന്മുളയപ്പന് ഓണവിഭവങ്ങളുമായി തിരുവോണ നാളിൽ പുലർച്ചെ അങ്ങോട്ട് എത്തുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള ആദ്യ ചടങ്ങാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ചിങ്ങമാസത്തിലെ മൂലം നക്ഷത്രത്തിൽ ഇന്ന് 11:45 കൂടി ആ മുഹൂർത്തത്തിൽ മങ്ങാട്ട് ഭട്ടതിരി, അതിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള അവകാശം ഇന്ന് ഇത്തവണ അനൂപ് ഭട്ടതിരിക്കാണ്. അദ്ദേഹം ഇപ്പോൾ അതിൻ്റെ അവസാനഘട്ട ഒരുക്കത്തിലാണുള്ളത്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇന്നിപ്പോൾ തേവാരപ്പുരയിലെ പൂജയ്ക്കും അതുപോലെ തന്നെ അടുത്ത ദീപാരാധനയ്ക്കൊക്കെ ശേഷം പുറപ്പെടുകയായി അല്ലേ? അമേരിക്കയിലാണ് ഇപ്പോൾ. ഇതിനു വേണ്ടി മാത്രമാണ് എത്താറ്. ഇത് മൂന്നാം തവണയാണ് ഇത്തവണ എത്തുന്നത്, തിരുവോണത്തോണി ഇറാൻ പോകുന്നത്. എങ്ങനെയാണ് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ്? ഒരുക്കങ്ങൾ അമ്മാവനാണ് രാവിലെ ഗണപതി ഹോമം പൂജയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ നമ്മൾ കുമാരനെല്ലൂർ പോയിട്ട് കുമാരനെല്ലൂർ ചതശതം വഴിപാടുണ്ട്. അപ്പം അവിടെ തൊഴുത് തേവാരപ്പുരയിലും തൊഴുത് 11:45 കൂടി ഇവിടെ ഇറങ്ങും. അങ്ങനെയാണ് ഈ നമ്മൾ പരമ്പരാഗതമായി നിലനിന്നിരുന്ന, നൂറ്റാണ്ടുകളുമായി നിലനിന്നിരുന്ന ഒരു ആചാരം അതിൻ്റെ ഭാഗമാകാൻ സാധിക്കുന്നു. ഒരുപക്ഷെ തലമുറ കൈമാറിയാണെങ്കിൽ പോലും ഇത് നിലനിർത്താൻ സാധിക്കുന്നു. എങ്ങനെയാണ് ആ തിരുവാറന്മുളയിലേക്കുള്ള ഒരു യാത്ര എത്രത്തോളം ദൈവികമാണ്, അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായും വളരെ വലിയൊരു നിയോഗമാണ്. അത് നമുക്ക് വാക്കുകളാൽ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല. അത് അനുഭവിച്ച് തന്നെ അറിയുകയുള്ളൂ. മുത്തശ്ശന്മാരായിട്ട് തുറന്നു പോന്നിരുന്ന അച്ഛനും അപ്പനും ഒക്കെ തുറന്നു പോന്നിരുന്ന ആ ഒരു ചടങ്ങ് അങ്ങേയറ്റം പൂർണ്ണതയോടുകൂടി ചെയ്യണമെന്നാണ് ആഗ്രഹം. അത് വലിയൊരു നിയോഗമായിട്ട് കാണുന്നു. വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അതിനെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. അങ്ങേയറ്റം സന്തോഷത്തോടു കൂടി ചെയ്യാൻ സാധിക്കുന്നു. ഈ യാത്രയുടേതായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? കാരണം നമുക്കറിയാം, ഒരു വലിയൊരു ജനസഞ്ചയം ഉറ്റുനോക്കുന്ന ഒന്നാണ്. ഒപ്പം തന്നെ നമ്മുടെ ഒരു സാംസ്കാരികമായി നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ബലം കൊടുക്കുന്നത് ഇത് തന്നെയാണല്ലോ. അപ്പോൾ ആ ഒരു യാത്ര എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? ഈ 3 ദിവസം, അതായത് 3 യാത്രകൾ, 3 പകലും 2 രാത്രിയും, അതുപോലെ തന്നെ 3 പുഴകൾ, അതുപോലെ തന്നെ ചെറിയ തോടുകളെല്ലാം തന്നെ പിന്നിട്ടുകൊണ്ടുള്ള ഈ ഒരു മഹത്തരമായിട്ടുള്ള യാത്ര, അതിനെങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ്? കേരളത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണിത്. തീർച്ചയായിട്ടും ഓണം അനുബന്ധമായിട്ട് അങ്ങനെ ഒരുപാട് ചടങ്ങുകൾ നമുക്ക് മധ്യ കേരളത്തിലോ തെക്കൻ കേരളത്തിലോ ഇല്ല. ഇത് തന്നെയാണ് വളരെ പ്രധാനമായിട്ട് എല്ലാവരും കണ്ടുപോരുന്നതും. അപ്പോൾ പ്രധാനമായിട്ടും മീനച്ചിലാറ്, കൊടുൂരാറ്, വെമ്മനാട്ട് കായൽ വഴി നമ്മൾ പുളിക്കീഴ് അങ്ങനെ പമ്പയിലോട്ട് കയറുകയാണ്. യാത്രയിൽ നമുക്കങ്ങനെ ഒരു ദുർഘടം പോലെയൊന്നും ഒരിക്കലും ഉണ്ടാവാറില്ല. ഉണ്ടാകുകയാണെങ്കിൽ തന്നെ തിരുവാറന്മുളയപ്പൻ അത് മാറ്റിത്തരാ, അങ്ങനെയാണ് അനുഭവങ്ങളും. അച്ഛനും മുത്തശ്ശന്മാരും ഒക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എല്ലാം തന്നെ വളരെ സുഗമമായിട്ടാണ് യാത്രകളും കാര്യങ്ങളൊക്കെ തന്നെ ഇതുവരെ. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് എല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് കൈത്തോടുകൾ അങ്ങനെയൊക്കെ ഇപ്പം മൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം ഒരു 6-7 മണിക്കൂർ ഇവർ കൂടുതൽ ഊന്നണം. കാരണം കായൽ വഴിയാണ്. അപ്പം കൈത്തോടുകളുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ യാത്ര സുഗമമായേനെ. നമ്മളിപ്പം നീർച്ചാൽ വീണ്ടെടുക്കുന്നതിനെ പറ്റിയൊക്കെയുള്ള പദ്ധതികൾ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ഗുണം ചെയ്യും. നമുക്കാണെങ്കിലും രാത്രിയിൽ ഇപ്പം ഒരുപാട് നേരം നമ്മൾ കായൽ വഴി ഊന്നുന്നുണ്ട്. അപ്പം അതൊക്കെ കുറയാം. അങ്ങനെയാണ്. ഇതിൻ്റെ ഐതിഹ്യം തന്നെ അറിയാമല്ലോ. ശ്രമിക്കണം. ഇതിൻ്റെ ഐതിഹ്യം തന്നെ ഒരു കാൽ കഴിച്ചിട്ട് നടത്തുന്നതിൻ്റെ ഭാഗമായി ഒരു ദിവസം എത്താതിരിക്കും. അതൊന്ന് വിശദമായി പ്രേക്ഷകർക്കൊന്ന് പറയാം. തീർച്ചയായിട്ടും. അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്നത്തെ മുത്തശ്ശൻ പുള്ളി എല്ലാ തിരുവോണത്തിനും കാലുകഴി ചൂട്ട് നടത്തുമായിരുന്നു. അപ്പോൾ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആരും വരാണ്ടാവുകയും അങ്ങനെ അദ്ദേഹം പൂജാമുറിയിൽ സങ്കടത്തോടെ ഇരിക്കുന്ന സമയത്ത് ഒരു ഒന്നിച്ചുണ്ണി ഉപനയനം കഴിഞ്ഞൊരു ബാലൻ വന്ന് ഭക്ഷണം കഴിക്കാൻ വിശക്കുന്നു എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുകയും അങ്ങേയറ്റം സന്തോഷത്തോടു കൂടി അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി ഭക്ഷണം കൊടുത്തു.
പോകാൻ നേരത്ത് എനിക്ക് അവിടുത്തെ ആതിഥേയത്വം വളരെയധികം ഇഷ്ടമായി. അപ്പോൾ എല്ലാ വർഷവും ഞാൻ വരും എന്ന് പറഞ്ഞിട്ടാണ് ആ ബാലൻ പോകുന്നത്. പിറ്റേ വർഷം ഓണത്തിന് മുമ്പ് മുത്തശ്ശനൊരു സ്വപ്നദർശനം ഉണ്ടാവുകയാണ് തിരുവാറന്മുളയപ്പൻ്റെ. ഞാനാണ് വന്നിരുന്നത്. അപ്പോൾ ഇനി തൊട്ട് എല്ലാ വർഷവും അങ്ങയുടെ കൈകൊണ്ട് ഞാനിവിടെ ഭക്ഷണം കഴിക്കുകയുള്ളൂ. സോ ഇവിടെ വന്ന് തിരുവാറന്മുളയിൽ വന്ന് ആറന്മുള ഭഗവാൻ ക്ഷേത്രത്തിൽ വന്ന് എനിക്ക് അദ്ദേഹം വേണ്ട കാര്യങ്ങൾ ചെയ്തു തരണം എന്ന് പറഞ്ഞ് അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹം അമ്പലത്തിൽ ചെന്നപ്പോൾ അവർക്കും സമാനമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായി, സ്വപ്നദർശനം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ ചടങ്ങുകൾ അന്ന് തൊട്ട് തുടങ്ങി. കാലക്രമേണ നമ്മൾ ഇങ്ങോട്ട് മാറിയെങ്കിൽ പോലും ഇന്നും മുടക്കം വരാതെ അതിൻ്റെ പരിപൂർണതയോടുകൂടി തന്നെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. വളരെ വലിയൊരു ഉത്തരവാദിത്വവും നിയോഗവുമാണ്. അത് അങ്ങേയറ്റം ചാരിതാർത്ഥ്യത്തോടു കൂടി ഇവിടെ ഉള്ളവരെല്ലാവരും തന്നെ അതിനെ കാണുന്നു. അപ്പോൾ തന്നെ ഈ ഒരു 18 കരക്കാരാണ് ഇതിലേക്കുള്ള വിഭവങ്ങൾ നൽകുന്നത്. നമുക്കറിയാം അവിടെ ഈ മങ്ങാട്ട് ഇല്ലക്കടവിൽ അതിനുള്ള ചുരുളം വെള്ളം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് അലങ്കരിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ മറ്റ് വഞ്ചിപ്പുര എന്താണ് അതിനെ പറയുന്നത്, വളവര സ്ഥാപിക്കും. അതിനുശേഷം അതിൽ ആണ് അതൊരു യാത്രയ്ക്ക് വേണ്ടി സുഗമമാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വിശ്രമിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഇടമാണ്. എങ്ങനെയാണ് ഈ 18 കരക്കാർ അതിലേക്ക് വിഭവങ്ങൾ എത്തിക്കുന്നു, അതൊക്കെ അതിനെക്കുറിച്ച് ഒന്നുകൂടി പറയാമോ? അത് തൃക്കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നമ്മളവിടെയായിരുന്നു, കാട്ടൂരായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് അവിടെയാണ് നമ്മുടെ വസ്തുവകളെല്ലാം ദേവസ്ഥത്തിലേക്ക് കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളവിടെ ഇവിടുന്ന് മങ്ങാട്ട് ഭട്ടതിരി അങ്ങ് ചെല്ലുക. അവിടെ അവർ ബാക്കി അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തോളൂ. അവിടുത്തെ കരസ്ഥാനീയരുണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു 2 ദിവസം മുമ്പാണ് നെല്ലുകുത്തലുണ്ടായിരുന്നത് അമ്പലത്തിൽ. എനിക്ക് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരികയൊക്കെ ഉണ്ടായി. അപ്പോൾ അത് വളരെ വലിയൊരു ചടങ്ങാണ്. അവിടുത്തെ നാട്ടുകാരെല്ലാവരും തന്നെ ഒത്തുകൂടി അങ്ങനെ വളരെ വിപുലമായിട്ടുള്ളൊരു ചടങ്ങാണ് കാട്ടൂരും. പിന്നീട് അവിടുന്ന് അരിയും ബാക്കി പച്ചക്കറികളും എല്ലാം നമ്മൾ തിരുവോണത്തോണിയിലോട്ട് കയറ്റി അവിടുന്ന് ഉത്രാട രാത്രിയിൽ ഒരു യാത്ര. അങ്ങനെയാണ് വെളുപ്പിന് 5:30-6 മണിയാകുമ്പോഴത്തേക്ക് ആറന്മുള മധുക്കടവിലെടുക്കും. അവിടുന്ന് നമ്മൾ കാട്ടൂർ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന കിടാവിളക്കാണ്. ആ ദീപം തെളിയിച്ചാണ് കിടാവിളക്ക് പിന്നീട് ഒരു വർഷത്തേക്കുള്ള ആറന്മുളയിലെ കിടാവിളക്ക് കൊളുത്തുന്നത്. അതോടുകൂടിയാണ് അന്ന് നിർമ്മാല്യം തുറന്ന് ആരംഭിക്കുക, ചടങ്ങുകളെല്ലാം അന്ന് ആരംഭിക്കുക. അപ്പോൾ തന്നെ ഈ വള്ളത്തിന് ഒരു സംരക്ഷണമായി കൂടെ വന്നിരുന്ന പള്ളിയോടങ്ങളാണ് പിന്നീടൊരു ആറന്മുള വള്ളംകളി ആയിട്ട് മാറിയത് എന്ന് ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓണവുമായി ബന്ധപ്പെട്ട് വരുന്ന വള്ളസദ്യയുടെയും അതുപോലെ തന്നെ ആറന്മുള വള്ളംകളിയുടെയും ഒക്കെ പിന്നിൽ അല്ലെങ്കിൽ അതിനെല്ലാം നിദാനമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണല്ലോ ഈ യാത്ര. അതെ അതെ, അത് പണ്ട് കോവിലന്മാരുടെ ആക്രമണം ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് സംരക്ഷണം ഒരുക്കാനായിട്ടാണ് അവിടുത്തെ കരക്കാരെല്ലാവരും ചേർന്ന് ഓരോ പള്ളിയോടങ്ങൾ, ഓരോ കരയ്ക്ക് ഓരോ പള്ളിയോടം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരികയും തിരുവോണത്തോണിക്ക് സംരക്ഷണമേകുകയും ചെയ്തത്. അപ്പോൾ അതാണ് പിന്നീട് വിപുലമായിട്ടുള്ള വള്ളസദ്യയിലേക്കും വള്ളം കളിയിലേക്കും ഒക്കെ രൂപാന്തരം പ്രാപിച്ചത്. ഇന്നും അത് അതേ മുടക്കം കൂടാതെ തന്നെ അവരും അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടി ഇതിനെ സമീപിക്കുന്നു, നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് കാര്യങ്ങൾ നടത്തുന്നു. ഒപ്പം തന്നെ ഈ പിതൃ സഹോദരൻ്റെ ഒരു വിയോഗം ഇപ്പോൾ എത്തിയിരിക്കും. നേരത്തെ അദ്ദേഹത്തിന് വയ്യാതെ ഇരുന്നപ്പോഴാണ് പകുതിക്ക് വെച്ച് ഇത് ഏറ്റെടുക്കേണ്ടി വന്നത്. ആ ഒരു നിയോഗത്തെ എങ്ങനെയാണ് കാണുന്നത്? പ്രത്യേകിച്ച് നമുക്കറിയാം അമേരിക്കയിലാണ്, ആ തലമുറയുടേതായിട്ടുള്ള തിരക്കുകളുണ്ട്, ജോലി അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇതിനു വേണ്ടി വർഷവും ഈ സമയം ചെലവഴിക്കാൻ കഴിയുന്നതിനെക്കുറിച്ച് അല്ല, അത് നമ്മുടെ പ്രഥമ പരിഗണന എപ്പോഴും ഇത് തന്നെയാണ്. ഇത് ഒരിക്കലും മുട്ടിപ്പോകരുത്, അത് ഒരിക്കലും ഉണ്ടാകുകയില്ല. അത് വേറെ കാര്യം. വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. 1 മാസം ആകുന്നേ ഉള്ളൂ അച്ഛനനിയൻ മരിച്ചിട്ട്. അദ്ദേഹവും ഈ പറഞ്ഞ പോലെ എല്ലാ വർഷവും ഓണമാകുക എന്ന് പറയുന്നത് ഇവിടെയുള്ള ഓരോ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഭൂതിയാണ്, നിർവൃതിയാണ്. കാരണം നമ്മുടെ എല്ലാം തിരുവോണം എന്ന് പറയുന്ന മങ്ങാട്ടില്ലത്തെ തിരുവോണം ഇന്നാണ്. കാരണം കുടുംബത്തിലെ കാരണവർ ഇവിടെ ഉണ്ടാവില്ല തിരുവോണത്തിൻ്റെ അന്ന്. അപ്പം എല്ലാവരും എത്തിച്ചേരുക, ഇന്നലെ തലേദിവസം എത്തിച്ചേരും. അങ്ങനെയാണ് ഒരു കൂട്ടായ്മ ഇന്നാണ് ഇവിടെ. അപ്പോൾ പിന്നീട് ഇനി 4 ദിവസം കഴിഞ്ഞ് തിരുവോണത്തിൻ്റെ അന്ന് അത്താഴപൂജ കഴിഞ്ഞിട്ട് നമ്മൾ കാരണവർ തിരിച്ചു വരികയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും നേരത്തെ വരും. ഇന്നാണ് ഒരു തിരുവോണത്തിൻ്റെ ഒരു ഇതായിട്ട് നമ്മൾ കൊണ്ടാടുന്നത്. ഇത്തവണ ഓണമില്ല, മരണം ഉണ്ടായ ചടങ്ങുകൾ മാത്രമായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ ഇത്തവണ. അങ്ങനെ പോകുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഈ അദ്ദേഹത്തിന് പൂജകൾക്കും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പോകേണ്ടതുണ്ട്. തേവാരപ്പുരയിൽ അതിന് വേണ്ടിയിട്ടുള്ള ചടങ്ങുകൾ നടക്കുകയാണ്. ഇതാണ് ഇത്തരത്തിലുള്ള ചെറുതെന്ന് പറയാൻ കഴിയില്ല, എന്നാലും വലുത് തന്നെയായിട്ടുള്ള നിരവധി ചടങ്ങുകളും അതുപോലെ തന്നെ ആചരണങ്ങളും ഇതെല്ലാം സംയോജിപ്പിച്ച് വലിയൊരു നമ്മുടേതായിട്ടുള്ള സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. അത് വലിയ വലിയ ആഘോഷങ്ങളിലേക്ക് മാറുന്നു. ഓണം അതിൻ്റെ സാംസ്കാരിക തനിമയോട് കൂടി തന്നെ എല്ലാ മേഖലകളിലും സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള തിരുവാറന്മുളയപ്പൻ
ഉത്സവത്തിന് ഓണസദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള വിഭവങ്ങളുമായി യാത്ര തിരിക്കാൻ, കാട്ടൂരിൽ നിന്ന് യാത്ര തിരിക്കാൻ കാട്ടൂരിലേക്കുള്ള യാത്രയാണ് ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. മങ്ങാട്ട് അനൂപ് ഭട്ടതിരി ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലാണ്, അവസാനവട്ട ഒരുക്കങ്ങളിലാണ്. തിരുവോണത്തോണി തയ്യാറായിരിക്കുന്നു, അതിൻ്റെ എല്ലാ അലങ്കാരങ്ങളും മറ്റു ഒരുക്കങ്ങളും പൂർത്തിയായി. ഇനി അദ്ദേഹത്തിന് ആചാരപ്രകാരമുള്ള തേവാരപ്പുരയിൽ പൂജയുണ്ട്. കുമാരനല്ലൂർ ക്ഷേത്രത്തിൽ പോയി അവിടെയും ചില വഴിപാടുകൾ നടത്താനുണ്ട്. അവിടെ ദർശനം നടത്തിയതിന് ശേഷം തിരിച്ച് തേവാരപ്പുരയിൽ വീണ്ടും പ്രാർത്ഥന നടത്തിയതിന് ശേഷം തിരുവോണത്തോണിയേറും. ആ സമയമാകുമ്പോഴേക്കും ഈ കടവിൽ നിരവധി ആളുകൾ എത്തിച്ചേരും എന്നുള്ളത് തന്നെയാണ്. ജനപ്രതിനിധികൾ എത്തിച്ചേരും. അത്തരത്തിൽ ആചാരപരമായിട്ടുള്ള എല്ലാ സവിശേഷതകളും നിലനിർത്തിക്കൊണ്ട്, ആചരണങ്ങളും പാലിച്ചുകൊണ്ട് മറ്റെല്ലാത്തിനും അടുത്ത പരിഗണന നൽകി, ഏറ്റവും സുപ്രധാന പരിഗണന ഈ ഒരു ചടങ്ങ് പൂർത്തിയാക്കുന്നതിന് നൽകി തലമുറ ഭേദമില്ലാതെ ഏറ്റവും മനോഹരമായി ആചരിക്കുകയാണ് തിരുവോണത്തോണി ഏറാനുള്ള ഈ യാത്ര. ശരി മിഥുൻ, വളരെ വിശദമായി തന്നെ ഐതിഹ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ